ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലൊക്കെ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡ്രാഗൺ ബോളിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. ഇതപ്പം നമുക്ക് നേരെ വീഡിയോയിലൊക്കെ കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് കുറേ അധികം മലകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വോയിസ് ഓവറോടെയാണ് തുടങ്ങുന്നത്. അപ്പം തന്നെ പറയും, സൺ ഗുഗു അവൻ ഗോഹ മുത്തശ്ശി മരിച്ചതിന് ശേഷം ഈ കാട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവ എപ്പോഴും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയാം. ശേഷം നമ്മുടെ ഗോകുവിനെ കാണിക്കുകയാണെങ്കിൽ ഗോകു അവിടെ നിന്ന് ട്രെയിൻ ചെയ്യുന്നതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. എന്നിട്ടൊരു മരക്കഷ്ണമൊക്കെ എടുത്തെറിഞ്ഞതിന് ശേഷം ചാടി വന്ന് ഒറ്റ ഇടിക്കുക പല പല പീസാക്കിയതിന് ശേഷം ഗോകു പറയുകയും ഇന്നത്തേക്കുള്ള മരക്കഷ്ണങ്ങളെല്ലാം തയ്യാറായി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ തന്നെ അവിടുത്തെ മലയുടെ ഇടുക്കിൽ കൂടെ ഒരു വണ്ടി കാറ് ഒഴിയുന്നതൊക്കെ കാണിക്കും. അപ്പോൾ ആ കാറിൽ നിന്ന് ഒരു പെണ്ണിറങ്ങി. ഇവളുടെ പേരാണ് പുൽമ. പുൽമയുടെ കയ്യിലൂടെ ഡിവൈസ് നോക്കിയതിന് ശേഷം പറയും, ഇവിടെ അടുത്ത് തന്നെ ഞാൻ ഉദ്ദേശിച്ച സാധനം ഉണ്ടെന്ന് പറയും. അപ്പം ഗോകു ഒരു വടിയൊക്കെ എടുത്ത് എക്യുപ്മെൻറ്റ്സൊക്കെ റെഡിയാക്കിയതിന് ശേഷം പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവിടെ ഒരു ഡ്രാഗൺ ബോൾ ഇരിക്കുന്ന കാണിച്ചു. ആ ഡ്രാഗൺ ബോളിൻ്റെ അടുത്ത് എന്നിട്ട് പറയും, മുത്തശ്ശ അപ്പം ഞാൻ ഇന്നത്തേക്ക് പോവുകയാണ്, ഞാൻ ഫുഡ് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇത്ര നാളായിട്ട് ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മുത്തശ്ശ എല്ലാവരും അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അന്ന് പോവുകയാണ് നമ്മുടെ ഗോകു. അങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ ഗോകു ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്, ഡ്രാഗൺ ബോൾ ഇന്ന് തിളങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതാണ്ട് ഗോകു വിചാരിക്കുന്നത്, നീ മുത്തശ്ശ ഇതെന്താ ചെയ്തത്, മുത്തശ്ശൻ്റെ കൂടെ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയാണെന്നോ എന്നൊക്കെ നമ്മുടെ ഗോകു വിചാരിക്കും. എന്നിട്ട് പറയും, ഞാൻ തിരിച്ചു വന്നിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഗോകു ഒരു വലിയ മീനെയൊക്കെ പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പം തന്നെ പുൽമയുടെ വണ്ടി വന്ന് നമ്മുടെ ഗോകുവിനെ വന്ന് ഒറ്റ ഇടിയടിക്കുകയാണ്. അപ്പം ഗോകു സിറ്റിയിലൊന്നും പോകാത്തതുകൊണ്ട് ഗോകുവിനെ ഇത് കണ്ടിട്ട് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ജീവി താൻ പിടിച്ചുകൊണ്ടൊന്ന് മീനെ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നേക്കുവാന്ന് വിചാരിക്കുകയാണ്. ഗോകു എന്നിട്ട് ആ കാറെടുത്ത് ഒറ്റ ഏറങ്ങ് കൊടുക്കും. എറിഞ്ഞതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വടി എടുത്തതിന് പുറകെ വെച്ചിരുന്ന ആ വടിയില്ല നേരത്തെ പറയാം, ആ വടി എടുത്തതിന് ശേഷം അതിനെ അടിക്കാൻ വേണ്ടി വരുമ്പോഴേക്കും നമ്മുടെ പുൽമ അതിൽ നിന്ന് ചെയ്യുന്നത്. പുൽമ എണീച്ചുടനെ തൻ്റെ കയ്യിൽ നിന്ന് തോക്ക് വെച്ച് ഗോകുവിനെ ഒറ്റ വെടിയങ്ങ് വെക്കുകയാണ്. വെടിവെച്ചതിന് ശേഷം നമ്മുടെ ഗോകു അങ്ങ് തെറിച്ചങ്ങ് പോയി വീഴുകയാണ്. അതിനുശേഷം ഗോകു എണിച്ചിട്ട് പറയും, നീനെ കൊല്ലാൻ നോക്കിയോ, ഇത് ഏത് ഗോബ്ലിനാ, ഒരു ഗോബ്ലിൻ്റെ ഉള്ളിൽ മറ്റൊരു ഗോബ്ലിനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ പുൽമയെ ഇവനൊന്നും പറ്റിയില്ലെന്ന് വിചാരിച്ച് ആശ്രയിച്ചിരിക്കുകയാണ്. എനിക്കൊന്നും പറ്റില്ല, ഞാൻ നിൻ്റെ ചെറിയ അറ്റാക്കിലൊന്നും വീരത്തില്ലെന്നും പറഞ്ഞ് അവനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. അന്നേരം ഗോകു പുൽമ ഹാൻഡ്സ് അപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം എന്നിട്ട് ഞാൻ പാവാന്നൊക്കെ പറയും. എന്നിട്ട് നമ്മുടെ പുൽമ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ശേഷം പറയും, എന്നെ ഒന്നും ചെയ്യില്ലേ, ഞാനൊരു ഹ്യൂമനാന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഗോകു ചുറ്റിനും ഒന്ന് നിരീക്ഷിച്ച് നോക്കും. നിൻ്റെ പുറത്തുനിന്ന് എന്തോ വല്ലാത്ത സ്മെല്ല് ചെയ്യുന്ന, എൻ്റെ സ്മെല്ല് പോലെ അല്ലല്ലോ, നിൻ്റെ ശരീരം എന്താ ഇത്ര സോഫ്റ്റ്, കാരണം ഞാനൊരു പെണ്ണാണെന്ന് പറയും. അപ്പോൾ തന്നെ ഗോകു വയ്ക്കും, പെണ്ണോ, അതെന്താ സാധനം, ഞാനൊരു ഹ്യൂമൻ പെണ്ണാണെന്ന് പറയും. എനിക്ക് മനസ്സിലായി, എൻ്റെ മുത്തശ്ശൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളെ കണ്ടാൽ നീ ബഹുമാനിക്കണം, നീ അവയ്ക്ക് ആദരവ് നൽകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ പുൽമയൊന്ന് കണ്ണൊക്കെ അടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗോകു പറയും, നീ എൻ്റെ വീട്ടിലോട്ട് ചെയ്യുന്നു, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറയും. അപ്പം നമ്മുടെ ഗോകു ഇങ്ങനെ വിളിക്കുമ്പോൾ തന്നെ പുൽമ വയ്ക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ വീട്ടിലോട്ട് വിളിക്കുന്നത്, എന്ത് കാര്യത്തിൽ ഞാൻ നിനക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോകു പറയും, എന്തോ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിരിയാന്ന് പറയും. അപ്പം നമ്മുടെ ഗോകു പുൽമയാണെങ്കിൽ നാണിച്ചിട്ട് പറയും, ഇവൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് തോന്നി, ഇവൻ അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞുകൂടെ നിൽക്കും. എന്നിട്ട് നമ്മുടെ പുൽമയും ഗോകും കൂടെ നടന്നു പോവാണ്. അപ്പം പുൽമ ചോദിക്കും, നീ ഇവിടെ ഒറ്റയ്ക്കാണോ ഈ കാട്ടിൽ താമസിക്കുന്നത്? അപ്പം തന്നെ ഗോകു പറയും, അതെ, എൻ്റെ കുറച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ മുത്തശ്ശൻ മരിച്ചു എന്ന് പറയും. എന്നാലും നിൻ്റെ പുറത്തുനിന്ന് എന്താ ഇത്ര വലിയ ബാഡ് സ്മെല്ല് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പം തന്നെ പുൽമയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗോകുവിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം വീട് തുറക്കുമ്പോൾ തന്നെ ആ ഡ്രാഗൺ ബോൾ വീണ്ടും ഇന്ന് തിളങ്ങുന്നതാണ് കാണിക്കും. അപ്പം നമ്മുടെ ഗോകു പറയും, എൻ്റെ മുത്തശ്ശൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയും. അപ്പം തന്നെ നമ്മുടെ പുൽമ പറയും, നിൻ്റെ മുത്തശ്ശനോ, നീയല്ലേ പറഞ്ഞ മുത്തശ്ശൻ മരിച്ചു പോയെന്ന്, പിന്നെ ഇവിടുന്ന മുത്തശ്ശൻ. അപ്പം തന്നെ പുൽമ നോക്കുമ്പോൾ അവിടെ ഡ്രാഗൺ ബോൾ ഇരിക്കുന്നതാണ് കാണും. അപ്പം തന്നെ പുൽമ ആശ്ചര്യപ്പെട്ട് ചാടിക്കയറി ആ ഡ്രാഗൺ ബോൾ അങ്ങ് എടുത്ത് കൈ വെക്കുകയാണ്. അപ്പം തന്നെ ഗോകു അത് പിടിച്ചങ്ങ് വാങ്ങിച്ചതിന് ശേഷം പറയും, എൻ്റെ മുത്തശ്ശനെ തൊട്ട് കളിക്കല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇന്ന് ചാടി അങ്ങ് പിടിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ പുൽമ പറയും, ഇത് നിൻ്റെ മുത്തശ്ശനൊന്നും അല്ല, എൻ്റെ കയ്യിലും ഉണ്ടെന്നും പറഞ്ഞതിന് ശേഷം ആ അവളുടെ കയ്യിലുള്ള 2 ഡ്രാഗൺ ബോൾ എടുത്ത് കാണിക്കും. അപ്പോൾ നമ്മുടെ ഗോകു ആശ്ചര്യപ്പെട്ട് ചോദിക്കും, നിനക്ക് 2 മുത്തശ്ശന്മാരോ, ഇതെങ്ങനെ? അമ്മ പറയും, ഇത് മുത്തശ്ശനൊന്നുമില്ല, ഇത് ഒരു ഡ്രാഗൺ ബോളാണ്, ഇത് 2 ഡ്രാഗൺ ബോളുണ്ട് എൻ്റെ കയ്യിൽ, ഇതിൻ്റെ പവർ വേണമാണ് അത് ഇന്ന് തിളങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് അത് 3 എടുത്ത് അടുത്ത് വെക്കുമ്പോൾ അത് 3 തിളങ്ങ് കാണിക്കുന്നത്. ഇത് എൻ്റെ ഗാരേജിൽ നിന്ന് കിട്ടിയ 2 സ്റ്റാർ ഡ്രാഗൺ ബോളാണെന്ന് പറഞ്ഞതിന് ശേഷം, ഇതിനെപ്പറ്റി ഞാൻ ഒരു സയൻറ്റിസ്റ്റാണ്, ഞാൻ അതിനെപ്പറ്റി പല രീതിയിൽ റിസർച്ചൊക്കെ നടക്കുന്നുണ്ട്,
ഇന്ന് വല്ലാത്തൊരു എനർജി ഫ്ലോ ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഗോകു ഒന്നും അറിയാത്ത കണക്ക് ഇങ്ങനെ നോക്കി തുറച്ചു വെക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പുൽമ ഞാൻ അതെല്ലാം വിശദീകരിച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ട് ക്രിയേച്ചേഴ്സിനെ ഒരു പെണ്ണിനെ കാണിക്കും. അവർ കൊട്ടാരത്തിൽ വന്നതിന് ശേഷം അവരുടെ ഉള്ള ഒരു ഡ്രാഗൺ ബോൾ എടുക്കുകയാണ്. എന്നിട്ട് ആ നീല ആ ജീവി പറയും, ഞാൻ വിചാരിച്ചെല്ലാം സാധിക്കാൻ പോവുകയാണ്, ഇനി എന്നോട് മന്ത്രം ചൊല്ലി ഞാൻ എൻ്റെ വിഷ് സാധിച്ചു കഴിക്കുന്നു പറയും. അപ്പോൾ ആ പെണ്ണ് പറയും, മൊത്തത്തിൽ 7 ഡ്രാഗൺ ബോളാണ് ഉള്ളത്, 7 ഡ്രാഗൺ ബോൾ ഒരുമിച്ച് വെച്ച് സമണിങ് ചെയ്ത് മന്ത്രം ചൊല്ലിയാൽ മാത്രമേ ആ ഡ്രാഗൺ ദേവത ചിൽഡ്രോൺ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു വിഷ് സാധിച്ചു ചെയ്തോളം എന്ന് പറയും. അപ്പം നമ്മുടെ ആ നീല കളർ ജീവി എണീച്ചതിന് ശേഷം പറയും, ഓ ഇനി 6 വേണമില്ലേ, ശരി നമുക്ക് അതിനു വേണ്ടിയുള്ള ജേണി ഇപ്പം തന്നെ തുടങ്ങാം. അപ്പം നമ്മുടെ ഗോകുവിനെ ഇവിടെ കാണിക്കുകയാണെങ്കിൽ ബുൽമ ഇതൊക്കെ കണക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും പറയുന്നത്. അതായത് ഈ 2 മൊത്തത്തിൽ 7 ഡ്രാഗൺ ബോളാണ് ഉള്ളത്, അത് മുഴുവനും 7 കളക്ട് ചെയ്ത് ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മളൊരു വിഷ് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ വിഷ് കിട്ടുമെന്നൊക്കെ ഇപ്പം നമ്മുടെ ബുൽമയും ഗോകുവിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ഗോകുവിന് ഇത് ഒന്നും മനസ്സിലാവാത്ത, വിഷോ എന്ത് വിഷയം ചോദിച്ചാൽ സാധിച്ചു തരുമോ? അതേലോ, ഇത് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് കണ്ടുപിടിച്ച 5 സ്റ്റാറുള്ള ഡ്രാഗൺ ബോളാണെന്ന് ബുൽമ പറയും. അത് പറയാം, ആ അപ്പം നിനക്കെന്താ വിഷയം എന്ന് ചോദിക്കും നമ്മുടെ ഗോകു. അപ്പം ബുൽമ അങ്ങോട്ട് മാറി നിന്നിട്ട് പറയും, എനിക്ക് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളതും നല്ല സുന്ദരനും കൊട്ടപ്പനും ശക്തിശാലിയുമായിട്ടുള്ള ഒരു വലിയൊരു ഗേൾഫ്രണ്ടിനെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയും. എന്നിട്ട് ബുൽമ ചോദിക്കും, നിൻ്റെ ഇരിക്കുന്ന ഡ്രാഗൺ ബോൾ നിനക്ക് ആവശ്യമില്ല, അതെനിക്ക് തരുമോ എന്ന് ചാടിക്കറി അങ്ങ് ചോദിക്കും. നാളെ ഗോകു പറയും, ഇല്ല ഞാനിത് തരില്ല, ഞാൻ നിനക്ക് ഇത് തരേണ്ടുള്ള ആവശ്യം എന്താ? അപ്പം ബുൽമ താടാ തക്കടു, അപ്പം അവിടെയും തരൂല. എന്നിട്ട് നമ്മുടെ ബുൽമ അവിടെ കിടന്ന് പല പല കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നുകൊണ്ട് ഗോകുവിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് 2 പേരും കൺവിൻസ്ഡ് ആയതിനു ശേഷം നമ്മുടെ ഗോകുവിൻ്റെ അടുത്ത് ഒരു ഡീല് പോലെ പറയും, നിന്റെ ഡ്രാഗൺ ബോൾ എനിക്ക് തരേണ്ട ആവശ്യമില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടെ ബാക്കിയുള്ള ഡ്രാഗൺ ബോൾ കണ്ടുപിടിച്ചാലോ എന്ന് ചോദിക്കും. എന്ത് കണ്ടുപിടിക്കാനുള്ള ജേണിയോ ഇതെന്തൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് നമുക്കെന്താ ഗുണം, എനിക്കെന്താ ഗുണം എന്നൊക്കെ നമ്മുടെ ഗോകു ബുൽമയെടുത്ത് ചോദിക്കും. അപ്പം തന്നെ ബുൽമ പറയും, നീ ഇതുവരെ മലകൾ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, അതിനപ്പുറമുള്ള നദികളോ സൂര്യനോ കുറേ ആൾക്കാരും തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ടൗണോ സിറ്റിയോ ഒന്നും നീ കണ്ടിട്ടില്ലല്ലോ, നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഇതെല്ലാം കാണിച്ചു തരാം എന്ന് നമ്മുടെ ഗോകുവിൻ്റെ അടുത്ത് പറയും. അപ്പോൾ അവിടെ വന്നാൽ എനിക്ക് ട്രെയിൻ ചെയ്യാനൊന്നും ആരും കാണില്ലല്ലോ എന്ന് പറയും. അവിടെ നിനക്ക് ട്രെയിൻ ചെയ്യാൻ എത്രയോ ആൾക്കാരുണ്ട്. അപ്പം ഗോകു പറയും, ഞാൻ നിൻ്റെ കൂടെ വരാം എന്ന് ഗോകു പറയും. ആ ശരി ശരി നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പം തന്നെ ബുൽമ അങ്ങോട്ട് പറയുന്ന സൈക്കോ മൂടി തടയും, എനിക്കൊരു ഗാർഡിനെയും പോയി ഒരു ഗാർഡിനെ കിട്ടിയെന്ന് പറയും. എന്നിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്ന ബുൽമ. അപ്പം തന്നെ നമ്മുടെ ഗോകു ചോദിക്കും, ഈ 7 ഡ്രാഗൺ ബോൾ 7 എടുത്താന്നല്ലേ നീ പറഞ്ഞത്, 7 ഡ്രാഗൺ ബോൾ നമ്മൾ ഒരുമിച്ച് എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പം തന്നെ നമ്മുടെ ബുൽമ നേരത്തെ എടുത്ത ഡിവൈസ് ബാഗിൽ നിന്ന് എടുത്തതിന് ശേഷം പറയും, ഇതാണ് ഡ്രാഗൺ റഡാർ, ഈ സാധനം വെച്ചിട്ട് നമുക്ക് ഡ്രാഗൺ ബോളിൻ്റെ എനർജി സെൻസ് ചെയ്ത് അത് എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ 3 ഡോട്ട് കണ്ടോ, ഇത് നമ്മുടെ കയ്യിലുള്ള 7 ഡ്രാഗൺ ബോൾ അല്ല 3 ഡ്രാഗൺ ബോളിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയാണല്ലേ, നമുക്ക് ഏറ്റവും അടുത്തുള്ള ഡ്രാഗൺ ബോൾ 1000 മൈൽ അപ്പുറമാണുള്ളത്, നമുക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞ് ഒരു പെട്ടി എടുത്തതിന് ശേഷം അതിനകത്തുനിന്ന് ഒരു ക്യാപ്സൂൾ പോലത്തെ സാധനം എടുത്ത് അങ്ങോട്ട് എറിയുമ്പോഴത്തേക്കും അതൊരു ബൈക്കായിട്ട് പറയും. അപ്പോൾ നമ്മൾ ഗോകു പറയും, അയ്യോ നീ ഒരു മന്ത്രവാദിയാണ്, നീ എന്നെ പറ്റിച്ചില്ലേ എന്ന് പറയും. അപ്പം നമ്മൾ ബുൽമ പറയും, ഇതാണ് സിറ്റിയിലുള്ളവരെല്ലാം ഉപയോഗിക്കുന്നത്, ഇത് വെച്ച് നമുക്ക് എവിടെ എന്തൊരു വലിയ സാധനങ്ങൾ വേണമെങ്കിൽ ചെറുതായിട്ട് പോയി. എന്നിട്ട് നമ്മുടെ ഗോകുവിനെയും കൂട്ടി ബുൽമ വണ്ടി പോകണം. ഗോകുവിന് വലിയ പേടിയാവുന്നുണ്ട്, ആദ്യമായിട്ട് ബൈക്കിൽ കയറുന്നില്ലേ. ശേഷം അവിടെ നിർത്തുമ്പോൾ ഗോകു വന്ന് നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷിയാണെങ്കിൽ ബുൽമയുടെ വായും പൊത്തി കൈയും കെട്ടിക്കാണ്. അപ്പം നമ്മുടെ ഗോകുയ്ക്ക്, ബുൽമ നിൻ്റെ കൂട്ടുകാരനാണോ ഇത്? അപ്പോൾ ആ ഡ്രാഗനെ പോലത്തുള്ള ജീവി പറയും, അതെ ഞാൻ ഇവളെ കൂട്ടുകാരൻ, നീ ഇവിടെ നിൽക്കും, ഞാൻ സ്വകാര്യമായിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഗോകുവിനെ അവിടെ പിടിച്ച് കെട്ടിയിട്ടതിന് ശേഷം അതിനെ കൊണ്ട് പറന്നു പോവുകയാണ് ആ ഡ്രാഗൻ. എന്നിട്ട് ബുൽമ കിടന്ന് അലറി വിളിച്ച് പറയുകയാണ്, നീ എന്നെ രക്ഷിക്കടാ, എന്നെ ഒന്ന് രക്ഷിക്കുക, ഇവളെ എന്നെ കൊല്ലാൻ പോകാമെന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഗോകു ചാടി വന്നതിന് ശേഷം ആ ഡ്രാഗനെ അടിച്ചിട്ടതിന് ശേഷം അവിടെ നിന്ന് പോകുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു. അപ്പം നമ്മൾ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും.